ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതേ നമ്മൾ പഴയ ബെഡ് ടൈപ്പ് മെക്കാനിസമൊക്കെ വെച്ചിട്ട് ഒരു കാസറ്റ് പ്ലെയർ അസംബിൾ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സാധനമാണ്. സ്പീക്കർ ഇരിക്കുന്നത് പാനാസോണിക്കിൻ്റെ ഒരു ഹൈഫൈയുടെ ബോക്സാണ്. അവിടെ നടുക്കൊരു സാധനം ഇരിക്കുന്ന കണ്ടില്ല, നമ്മുടെ കളറൊക്കെ നമ്മുടെ പണ്ട് കാസറ്റ് കടകളിലും മറ്റേ റെക്കോർഡിങ്ങിനും മറ്റേ ഉത്സവ പറമ്പിലും മറ്റേ സൗണ്ടുകാരുടെ കയ്യിലൊക്കെ ഇരുന്ന ആ ഒരു മോഡൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് അവൈലബിൾ അല്ല. ഞാനത് മെക്കാനിസമൊക്കെ നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ട് ഹിന്ദിക്കാരായി നിന്നൊക്കെ ഓർഡർ ചെയ്ത് വരുത്തി അങ്ങനെ നമ്മുടെ ട്രെൻഡ് ഇലക്ട്രോണിക്സിലെ യതീഷിനെ കൊണ്ടാണ് അസംബിൾ ചെയ്യിപ്പിച്ചത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ കാസറ്റ് പ്ലെയർ. ഇതാണ്ടേ സ്റ്റീരിയോ കാസറ്റ് പ്ലെയർ. ഫ്രണ്ട് പാനലൊക്കെ അക്രലിക് ഷീറ്റിൽ ചെയ്തതാണ്. ഈ ക്യാബിനൊന്നും ഇപ്പം മേടിക്കാനൊന്നും കിട്ടത്തില്ല. നമ്മുടെ ട്രെൻഡ് ഇലക്ട്രോണിക്സിലെ യതീഷാണ് എനിക്കിത് ചെയ്ത് തന്നത്. ഫ്രണ്ട് ലുക്കൊക്കെ അടിപൊളിയാണ്. ഒരു വ്യൂ മീറ്ററൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കാസറ്റ് പ്ലെയറിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബാസും ഒരു ട്രെബിളും പിന്നെ ഒരു വോളിയത്തിൻ്റെ കൺട്രോളും പിന്നെ പവർ ഓണുമാണ് കൊടുത്തേക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്തതാണ്. ഈ ക്യാബിൻ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ക്യാബിൻ മേടിച്ചിട്ട് അത് മേളിൽ കട്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് മെക്കാനിസമൊക്കെ വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ മെക്കാനിസം. ഈ മെക്കാനിസമൊക്കെ ഞാൻ മേടിച്ചിട്ട് ഏതാണ്ട് 2 കൊല്ലം ആയായിരുന്നു. മേടിച്ചിങ്ങനെ വെച്ചിരുന്നത് യൂട്യൂബിൽ മറ്റേ ഹിന്ദിക്കാർ ഇത് സെയിലിന് ഇട്ടിരുന്ന് അങ്ങനെ മേടിച്ചതാണ്. യൂട്യൂബിൽ കണ്ടിട്ട് മേടിച്ചതാണ്. ഇത് നിങ്ങളെ എനിക്ക് 2 നമ്മുടെ പഴയ മൺകലമൊക്കെ മേടിച്ചിട്ട് അതിനകത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കേൾപ്പിക്കണമെന്നായിരുന്നു താല്പര്യം. 6 ഇഞ്ചിൻ്റെ ഊഫറൊക്കെ മേടിച്ചിട്ട് 2 മൺകലത്തിലൊക്കെ അതായിരുന്നു ഒരു നൊസ്റ്റാൾജി എന്ന് പറഞ്ഞാൽ. പണ്ടത്തെ ഹോം തിയേറ്ററും കാര്യങ്ങളും എല്ലാം എല്ലാവരും അതൊക്കെ ആയിരുന്നു. ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് പാട്ട് കേട്ടോണ്ടിരുന്നത്. അപ്പോൾ അതേപോലൊക്കെ കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഒന്നും മേടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ബോക്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും മേടിക്കാഞ്ഞത്. നോക്കട്ടെ, ഇനിയൊരു അവസരത്തിൽ സെറ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനകത്തൊരു പാട്ട് കേട്ട് നോക്കാം. ഗണനാഥന്റെ തിരുനാമങ്ങൾ മനസ്സിലും പൊൻവെളിച്ചം, സർവ ജഗത്തിലും പൊൻവെളിച്ചം. ഈ മെക്കാനിസം എല്ലാവർക്കും അറിയാതെ. ഇത് എലിൻ്റെ മെക്കാനിസം അല്ല, നമ്മുടെ ഗോൾഡൻ ബെഡ് ടൈപ്പ് മെക്കാനിസമാണ്. എലിൻ്റെ മെക്കാനിസം ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. അങ്ങനെ കിട്ടിയതാണ്. ഇത് ഗോൾഡൻ ടൈപ്പ് മെക്കാനിസമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെക്കാനിസമാണ്. പിന്നെ ഹെഡും കാര്യങ്ങളൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാർട്സും എല്ലാം ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 കൊല്ലമായി ഇത് മേടിച്ച് വെച്ചിട്ട്. ഇപ്പോഴാണ് അത് അസംബിൾ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഞാൻ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ക്യാബിനൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കിതൊന്ന് ക്യാബിനാക്കാനും പിന്നെ കട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുമുണ്ട്. അങ്ങനെയാണ് ഞാൻ യതീഷിനെ ഏൽപ്പിച്ചത്. യതീഷ് അത് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാൾ അതിനപ്പുറത്താണ് അത് ചെയ്തു തന്നത്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡെന്ന് പറയുന്നത് 7265 50+50 ചാനൽ. പിന്നെ ഇതിൻ്റെ ഹെഡ് ഫ്രീ ഒക്കെ എല്ലാം ഉണ്ടാക്കിയതാണ്. ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഹെഡ് ഫ്രീ ഒക്കെ. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തേക്കുന്ന സ്പീക്കർ ഈ പാനാസോണിക്കിൻ്റെ 3-way ബോക്സാണ് കേട്ടോ. ഹൈഫൈയുടെ ബോക്സാണ്. ഇതാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്.
നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം ഇതേപോലത്തെ സെറ്റ് പണിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെൻഡ് ഇലക്ട്രോണിക്സിലെ യതീഷിനെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ പാർട്സിൻ്റെ ഒക്കെ അവൈലബിലിറ്റി നോക്കിയിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അസംബിൾ ചെയ്ത് തരും. അപ്പോൾ ട്രെൻഡ് ഇലക്ട്രോണിക്സിലെ യതീഷിൻ്റെ നമ്പരും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തേക്കാം. അപ്പം ആംപ്ലിഫയർ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും പണിഞ്ഞു തരും. ആംപ്ലിഫയറൊക്കെ നല്ല അടിപൊളിയായിട്ട് യതീഷ് പണിഞ്ഞിട്ടുള്ള ആംപ്ലിഫയറിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ യതീഷിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പിലാണ്. ചന്ദനത്തോപ്പിൽ നിന്ന് റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് അകത്തോട്ട് പോകുമ്പോൾ ചാത്തനാകുളം എന്ന് പറഞ്ഞ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ട്രെൻഡ് ഇലക്ട്രോണിക്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ യതീഷിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഡക്ക് മെക്കാനിസം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യതീഷ് ഉറപ്പായിട്ടും പണിഞ്ഞു തരും. മെക്കാനിസത്തിൻ്റെ അവൈലബിലിറ്റിയാണ് കുറവ്. മെക്കാനിസം എവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു തരും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മെക്കാനിസം നിങ്ങൾ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ട് അസംബിൾ ചെയ്ത് റെഡിയാക്കി തരും. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.